അമേരിക്കയും ഇസ്രായേലും രംഗപ്രവേശനം നടത്തിയത് ലോകത്തെമ്പാടും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവസാനം ചെന്ന് കയറിയത് ഇറാൻ്റെ മണ്ണിലേക്കാണ്. ആ ഇറാനാകട്ടെ വളരെ നന്നായി പെരുമാറുകയും ചെയ്തു. അവസാനം നെതന്യാഹു കൊല്ലപ്പെട്ടു എന്നും കൊല്ലപ്പെട്ടിട്ടില്ല എന്നും അഭ്യൂഹങ്ങളും റൂമറുകളും വളരെ കൂടുതലായി വൈറലാവുകയും ചെയ്തു. അവസാനം ഇതെന്താണ് നടക്കുന്നതെന്ന് പോലും ലോകമാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തുകയും ചെയ്തു. അവിടെയാണ് ഇന്നലെ ഒരു പുതിയ അപ്ഡേറ്റ് ഇസ്രായേൽ മാധ്യമങ്ങളിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം എന്ന് പറയുന്ന അഥവാ ഐക്യനാടുകളിൽ കഴിയാൻ പറ്റുന്ന പാകത്തിലുള്ള അഥവാ നെതന്യാഹുവിൻ്റെ ആ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ചെറിയ ആർട്ടിക്കിളാണ് പുറത്തേക്ക് വന്നത്. അമേരിക്കൻ ഐക്യനാടുകളിലോ അമേരിക്കയിലോ വാഷിങ്ടണിലോ ബന്ധപ്പെട്ട മേഖലകളിൽ സ്വസ്ഥമായിട്ടും സുരക്ഷിതമായിട്ടും നെതന്യാഹു ഇപ്പോഴും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ബങ്കറുകളിൽ അവിടെ മരിക്കപ്പെട്ട അവരുടെ കുടുംബത്തിൻ്റെ കൂടെ ഇയാൾ മരിച്ചിട്ടില്ല എന്നും അവിടെ ഉണ്ടായത് കേവലം അവരുടെ ഡമ്മി മാത്രമാണെന്നുമാണ്. ആ ഡമ്മി ആകട്ടെ ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് കൂടി ഉണ്ടാക്കിയെടുത്തതാണ്, അവിടെ സ്ഥാപിച്ചതാണ്, നേരത്തെ തന്നെ കണക്കൂട്ടിയതാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളും കഥകളൊക്കെയാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൊത്തമായിട്ട് നമ്മൾ എടുത്തു പറയുമ്പം ആ കണക്കുകളിൽ അല്ലെങ്കിൽ ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ മനുഷ്യൻ ഇതുവരെയും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ഇറാനാകട്ടെ അതത്ര കണ്ടിട്ട് അംഗീകരിക്കുന്നില്ല. ഇറാൻ മാധ്യമങ്ങൾ പറയുന്നത് 2026 മാർച്ച് 8-ാം തീയതിക്ക് ശേഷം ഇയാൾ എവിടെയും പ്രത്യക്ഷത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ബങ്കറിൽ അഥവാ ഹോസ്പിറ്റലിൻ്റെ കീഴിലുള്ള ഏറ്റവും അത്യാധുനീകരിച്ച ആ ശീതീകരിച്ച ബങ്കറിനുള്ളിൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തമ്പടിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം അപകട സാഹചര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ആ ഭാഗത്ത് ഈ റഷ്യയുടെ ചാരക്കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് ഇറാൻ തകർക്കുകയും അതിൽ നെതന്യാഹു കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ്. പക്ഷേ ആ കൊല്ലപ്പെട്ട കഥകളെ വിപുലമായിട്ട് എല്ലാ രാജ്യത്തെ പത്രമാധ്യമങ്ങളും വിഷ്വൽ മാധ്യമങ്ങളൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ സ്ഥിരീകരണത്തിനെക്കുറിച്ച് അഭ്യൂഹം അല്ലെങ്കിൽ ആശങ്കപ്പെടുകയാണ്. എല്ലാവരും കൊല്ലപ്പെട്ടോ എന്ന ചോദ്യത്തിലൂടെ അവസാനിപ്പിക്കുകയാണ് ആ വാർത്ത. അവിടെയാണ് നെതന്യാഹുവിനെക്കുറിച്ച് വളരെ വലിയ ഒരു പ്രഖ്യാപനമായിട്ട് ഇസ്രായേൽ മാധ്യമം പറയുന്നത്. അത് നിങ്ങൾ കണ്ട അവിടെ കുഴിമാടത്ത് നിന്ന് എടുത്തുകൊണ്ടുവരുന്നതൊക്കെ കേവലം ഡമ്മി മാത്രമാണ്. ഒറിജിനൽ വേറെ ജീവനോട് അമേരിക്കൻ ഐക്യനാടുകളിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് ഏതാണ് അവിശ്വസിക്കേണ്ടത് എന്ന് തിരിയാത്തൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് ലോകത്തുള്ള എല്ലാ സമാധാന പ്രിയരും. പക്ഷേ അത് സംഭവിച്ചിട്ടില്ല എന്നോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാനോ ലോകത്തൊരു മാധ്യമത്തിനും കൃത്യമായിട്ട് ഉത്തരം തരാൻ പറ്റുന്നില്ല എന്നത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു കടുംപിടുത്തമാണ്. അവിടുത്തെ മാധ്യമധർമ്മം, മാധ്യമ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് അത്രമേൽ അപകടമാണ്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കണം. ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്ഥിരീകരണം വരുന്നത് വരെ നമ്മളും ആ ഭാഗത്തിലൂടെ പോകണം. അഥവാ അവർ അല്ലെങ്കിൽ നെതന്യാഹു അമേരിക്കയിൽ എവിടെയോ ജീവിക്കുന്നുണ്ട് എന്നത് തന്നെ കരുതേണ്ടി വരും. അങ്ങനെയാണ് കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? അനിയനും അതുപോലെ അളിയനും ബന്ധപ്പെട്ട ജനറൽമാരും ഈ വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ മരണപ്പെട്ടു. അവരുടെ പുഷ്പാർച്ചനകളൊക്കെ നടത്തുന്ന രംഗങ്ങളും വീഡിയോകളും പൊട്ടിക്കരയുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കണ്ടതാണ്. പക്ഷേ അവിടെയൊന്നും നെതന്യാഹുവിനെ കാണാനില്ല. ആ നെതന്യാഹുവിനെ കാണാതിരിക്കാനുള്ള കാരണം നിങ്ങൾ കണ്ടിട്ടുള്ള ഡമ്മിയാണ് എന്നത് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം ഒളിച്ച് കടത്തുകയാണോ അല്ല മരണത്തെ തന്നെ ഇവർ മറച്ചു വെക്കുകയാണോ എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്താണെങ്കിലും ഒരു കാര്യം വസ്തുതയാണ്, കുറേ കാലമായിട്ടൊന്നും ഇത് മറച്ചു വെക്കാൻ കഴിയില്ല. ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ ഇതിനെ ഒരു ഉത്തരം കൊടുക്കേണ്ടി വരും. ലോകത്ത് ഒരു രാജ്യത്തിനും അങ്ങനെ കാര്യമായ ഒരു പ്രധാനപ്പെട്ട ഒരാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ മറച്ചു വെക്കുന്നതിന് പരിധിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ചരിത്രത്തിൽ എത്രയോ നമ്മൾ കണ്ടതുമാണ്. 2 ആഴ്ചയോ 3 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് പറയേണ്ട സമ്മർദ്ദത്തിലേക്ക് രാജ്യം വരികയും ചെയ്യും. മൊത്തം ഇപ്പം പറഞ്ഞു വെക്കുന്നത് മരണപ്പെട്ടിട്ടില്ല എന്നാണ്. അതങ്ങനെ തന്നെയാണ് ലോകം ഇപ്പം വിശ്വസിച്ച് പോരേണ്ടി വന്നത്. ഇനി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താണ് സംഭവിച്ചത്, അതിനുശേഷം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നൊന്നും നമുക്ക് വ്യക്തതയില്ല. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുകയാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ഈ ഒരു ഡമ്മിയെ അവിടെ കൊണ്ടുപോയി വെച്ചതും അതോടൊപ്പം തന്നെ ഇയാൾ മരിച്ചു എന്ന വാർത്ത പ്രചരിപ്പിച്ചതും ഇസ്രായേലാണെന്നാണ് പറയുന്നത്. അതിനവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെ പ്രധാനികളായിട്ടുള്ള ജനറൽമാരും കുടുംബങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളും മരണപ്പെട്ടു പോവുകയും അവിടുത്തെ ഡിമോനഷ അഥവാ അവിടുത്തെ ആണവ റിയാക്ടറുകൾക്ക് ഇന്ധന ചോർച്ച ഉണ്ടാവുകയും ചെയ്തത് ഇസ്രായേലി രാജ്യത്തിന് വലിയ അപമാനം ഉണ്ടാക്കുന്നതാണ്. ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കൾ ആഗ്രഹിക്കുന്ന ഒരാളെ മരണവാർത്തയുമായിട്ട് ഇട്ടുകൊടുത്തതാണ്. ആ അപകർഷണത്തിൽ കൊത്തിവലിച്ച് അങ്ങോട്ട് മാധ്യമങ്ങളൊക്കെ പോയതിൻ്റെ പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്ന പരിക്കുകളൊക്കെ ലോകം മറന്നു കളഞ്ഞു. അങ്ങനെ മറപ്പിച്ച് പിടിക്കാൻ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നതിനെ വൈറലാകാതിരിക്കാൻ വേണ്ടി
വേണ്ടിയിട്ടാണ് ഇസ്രായേൽ മൊസാദ് ഉൾപ്പെടെയുള്ള ചാരസംഘടനകൾ ചേർന്നിട്ടാണ് നെതന്യാഹു വധിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അവർ തന്നെ പടച്ചുവിട്ടതാണ് എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതും ശരിയാകാൻ സാധ്യതയുണ്ട്. കാരണം അത്രമേൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. 20% ബിൽഡിങ്ങുകൾ അവിടെ തകർന്നു പോയി. 20% ആ ഭാഗത്തുള്ള ആളുകൾക്ക് പരിക്കുകളോ മരണങ്ങളോ സംഭവിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഇവിടെയുള്ള ആണവ റിയാക്ടറുകൾക്ക് കേടുപാടുകൾ വരുത്താൻ ഈ ഇറാന് സാധിച്ചു. ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ഈ ഇസ്രായേലിന് ഇത്രയും വലിയ അപകടങ്ങൾ വരുത്താൻ ഇറാന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറാൻ മേൽക്കോയ്മ സിദ്ധിച്ചേക്കാമെന്നൊരു പേടി അമേരിക്കയ്ക്കും ഇസ്രായേലുമുണ്ട്. അതില്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ നെതന്യാഹുവിൻ്റെ മരണം വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കി ലോകത്തിന് മുമ്പിൽ വിതരണം ചെയ്തത്. അത് കൊണ്ടുപിടിക്കുകയാണ് മാധ്യമങ്ങളൊക്കെ ചെയ്തത് എന്നാണ് മറ്റൊരു വർത്തമാനമുള്ളത്. ഏതാണ് ശരി എന്നത് നമുക്കറിയില്ല. എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനറേറ്റ് ചെയ്ത് AI ആയിട്ട് ജനറേറ്റ് ചെയ്ത് ആ ഒരു ഫോട്ടോയും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വിപുലമായിട്ട് പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യവും അസത്യവും തിരിച്ചറിയാൻ പ്രയാസപ്പെടുന്ന ഈ ലോകത്ത്, സത്യാനന്തര കാലത്ത് ഏതാണ് ശരി, കാണുന്നതൊക്കെ സത്യമാണോ എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത കാലത്ത് ഈ നെതന്യാഹുവിൻ്റെ വാർത്തയെക്കുറിച്ച്, നെതന്യാഹുവിൻ്റെ വധിക്കപ്പെടലിനെ കുറിച്ച് ഇസ്രായേൽ തന്നെ സ്ഥിരീകരണം തരാത്ത കാലത്തോളം നമുക്കതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല എന്നതാണ് വസ്തുത. എങ്ങനെയാണെങ്കിലും മറച്ചു വെക്കാൻ എമ്പാടുമുണ്ട് എന്നതാണ് സത്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ മറച്ചു വെക്കൽ ഇനി എന്തുകൊണ്ടായിരിക്കും? നെതന്യാഹുവിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പം ഇനി അടുത്ത അപകടം വരുമ്പോൾ നെതന്യാഹു ജീവനോടെ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ടെലിവിഷൻ ചാനലിൻ്റെ മുമ്പിലേക്ക് വന്നതായിരിക്കാം. ഇന്നലെ ചില ടെലിവിഷൻ ചാനലിൻ്റെ പത്രക്കാരുടെ മുമ്പിൽ വന്ന ഒരു ചിത്രം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനെക്കുറിച്ച് പറയുന്ന ഫാക്ട് ചെക്ക് പറയുന്നത് കുറേ മുമ്പത്തെ ചിത്രമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതാണ് ശരി എന്നുള്ളത് കൃത്യമായിട്ട് ഇനിയും വ്യക്തത വരാത്ത കാലത്തോളം നമുക്ക് നെതന്യാഹു മരിച്ചു എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം. അല്ല, നെതന്യാഹു ജീവനോടെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. രണ്ടിനും ഓപ്ഷനുണ്ട്. എങ്ങനെയാണെങ്കിലും ഒരു വസ്തുത അവിടെ വ്യക്തമാകാനുണ്ട്. അത് മരണമാണോ അല്ല ഡമ്മിയാണോ അല്ല അയാൾ തന്നെയാണോ എന്നൊക്കെ വ്യക്തത വരുന്നതുവരെ രണ്ടാൾക്കും ഇഷ്ടം പോലെ ഇഷ്ടത്തിനനുസരിച്ച് ആലോചിച്ച് പോകാം. മരിക്കരുത് എന്ന് കരുതുന്ന ആളുകൾക്ക് അങ്ങനെ സമാധാനിക്കാൻ പറ്റുന്നു. മരിക്കണം, ലോകത്തൊരു സമാധാനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇറാൻ്റെ യുദ്ധത്തിൽ, ഇറാൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതാം. ഇങ്ങനെയാണെങ്കിലും ലോകത്ത് ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു പഠനം നടത്തി പുറത്തേക്ക് വരുന്നു. കാത്തിരിക്കാം ആ സമയം വരെ. എന്താണെങ്കിലും മറച്ചു വെക്കുന്നതിൽ കൂടുതൽ വ്യഭ്രാന്തി കാണിക്കുന്ന ഒരു ഇസ്രായേലി രാജ്യം നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. കാരണം അത്രമേൽ അവരുടെ കഴിവുകളുണ്ട് എന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട രാജ്യമാണ്. ആ രാജ്യമാണ് പല വിഷയങ്ങളും വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് അവരുടെ പോരായ്മകളും അവരുടെ അപകടങ്ങളും അവരുടെ പരിക്കുകളും മറച്ചു വെക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കൊട്ടിഘോഷിക്കപ്പെട്ടതുപോലെയൊന്നും ഇല്ല. അത് വളരെ നോർമലും വളരെ ദുർബലവുമാണ് എന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ വാലാട്ടികളായിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒറ്റ മെസ്സേജ് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിന് അവരെന്ത് നന്മയാണ് ചെയ്തത്, ലോകത്തിന് എന്ത് നന്മയാണ് ചെയ്തത്. അതുമാത്രമല്ല, സമാധാനം എന്ന് പറയുന്നിടത്ത് അവർ 7 അയലത്ത് പോലും എത്താറുണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ഒരിക്കലും ജൂത സയനിസ്റ്റ് ശക്തികൾ സമാധാനത്തിന് അനുകൂലമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് 1947 ഇങ്ങോട്ടേക്കുള്ള ചരിത്രം പഠിച്ചാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും സ്ഥിരീകരണം വരുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയിൽ കാണാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.